ഹലോ ഗൈസ്, എല്ലാവർക്കും എ ജെ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. എന്നാലേ ഉള്ളൂ ഞാൻ അയക്കുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് അൺബോക്സിങ് വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, നമ്മളങ്ങനെ പെട്ടി പൊട്ടിക്കാൻ പോവാണ്. പെട്ടി നമ്മളെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മൈക്കാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചത്. പുറകിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് നമ്മുടെ പേരൊക്കെ ഉണ്ട് അതിനകത്ത്, നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് കത്ത് കഴിച്ചൊന്ന് പൊട്ടിച്ച് നോക്കാം. അത് പൊട്ടിച്ചിട്ട് വരുന്നേ ഉള്ളൂ, വെയിറ്റ് ചെയ്യണം. നമുക്ക് ഇവിടെ കൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് തുറന്ന് നോക്കാം. പൊട്ടിച്ച് വരട്ടെ. നമുക്ക് ഇനി തുറക്കാൻ നോക്കാം. തുറക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സൈഡ് വഴി ഒന്ന് കട്ട് ചെയ്യാൻ നോക്കുവാണ്. നമ്മളൊന്ന് സൈഡ് വഴി കട്ട് ചെയ്യാം. സൈഡ് വഴി കട്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് പൊളിച്ച് നോക്കാം. എന്തായാലും ഒരു കവറല്ലേ, നമുക്ക് എന്തായാലും അതിൻ്റെ അകത്താണല്ലോ സംഭവം. നമുക്ക് പുറത്തെ സംഭവം ഒന്ന് മാറ്റി നമുക്കൊന്ന് പൊളിച്ച് വെക്കാം. അതിനകത്ത് എന്തോ ഒരു ചെറിയൊരു പെട്ടി പോലെ ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെയായിട്ട് നമുക്ക് അതെല്ലാം ഒന്ന് മാറ്റി വെക്കാം. പത്ത് വെച്ച് കട്ട് ചെയ്ത് നോക്കാം. നമ്മളൊക്കെ എടുത്ത് കയറി നമുക്കൊന്ന് അതൊന്ന് മാറ്റി വെക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത് ഒരു കറുത്ത ഒരു പെട്ടിയാണ്. ഒരു സ്റ്റുഡിയോയുടെ എന്തൊക്കെയോ പടം കാണിച്ചിട്ടുള്ളൊരു പെട്ടിയാണ് കാണിച്ചേക്കുന്നത്. അത് തന്നെയാണ് കാണിച്ചേക്കുന്നത്. പെട്ടിയാണ് മെയ്ഡ് ഫോർ റെക്കോർഡിംഗ് വർക്ക് അങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് വീഡിയോ, ഓഡിയോ അങ്ങനെയൊക്കെ മൈക്ക് അതിനൊക്കെ ഉള്ള ടൈപ്പാണ്. പിന്നെ എന്തുവാ, പിന്നെ ഇവിടെയാണ് തുറക്കേണ്ടത്. നമുക്ക് ഈ വശത്ത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളിവിടെ തുറക്കുമ്പോൾ കാണുന്നത് ഒരു പേപ്പർ, ഇൻസ്ട്രക്ഷൻ പേപ്പറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്കൊക്കെ അതെല്ലാം പിന്നീട് വായിച്ച് നോക്കാം. ഇപ്പോൾ തൽക്കാലം മാറ്റി വെക്കാം. അപ്പം നമുക്ക് ആദ്യമായി വരുന്നൊരു വയറാണ്, ചെറിയൊരു വയറാണ് അതിൻ്റെ മൈക്രോഫോണിൻ്റെ. രണ്ടാമത് നമുക്ക് അതിനൊരു മൈക്കിന് ഒരു കവറിങ് കിട്ടാനായിട്ട് ഒരു പൗച്ച് ഒരു സംഭവമാണ്, ഒരു കവറിങ് സംഭവമാണ്. പിന്നെ നമുക്ക് ഇനി അത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ സ്റ്റാൻഡുണ്ട് ചെറിയൊരു, അത് ഹോൾഡർ പോലെ, അതാണിത്. പിന്നെ ലാസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ മൈക്രോഫോണാണ്. മൈക്രോഫോൺ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പാണ്. പിന്നെ ഗൈസ്, ഇപ്പോഴും ശ്രദ്ധിച്ചു, അതിൻ്റെ ഇടയ്ക്ക് ഒരു പിന്നുണ്ടായിരുന്നു. എല്ലാം കൂടെ കുത്തിവെക്കാനും കൂടി ഒരു പിന്നുണ്ട്. അപ്പം അത് നമുക്കൊന്ന് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മളങ്ങനെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് മൈക്കാണ്. ഒരു കവറോടെ നമുക്ക് സേഫ്റ്റിയോടെ നമുക്ക് ഇത് തന്നേക്കുന്നത്. നമുക്ക് നോക്കാം. കവർ മാറ്റി വെക്കാം. നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത്, നല്ല മെറ്റീരിയൽ, നല്ലൊരു മെറ്റീരിയലാണ് ഇത്. ഈ മെറ്റലൊക്കെ നല്ലതാണ്. ഇതൊക്കെ നല്ല മെറ്റലാണ് നമ്മൾ അവരെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഭാഗം വെച്ച് നമ്മുടെ നേരത്തെ കാണിച്ച വയറ്, അതായത് ഈ വയറ് നമുക്കിവിടെ കുത്താൻ, ഇവിടെ പ്ലേ ചെയ്യാനുള്ളതാണ്. അപ്പം അത് ചെയ്യാം. നമുക്ക് അപ്പം ഇത് മാറ്റി വെക്കാം. ബാക്കിയുള്ള നിങ്ങൾ പരിചയപ്പെടുത്താം. ഗൈസ്, ഇതെന്ന് പറഞ്ഞത് അതിൻ്റെ മൈക്കിന് മുകളിൽ വെക്കാനാണ്. കാരണം അത്രയും നോയിസ് ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്, ഈ ഷീറ്റ് വെക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ വയർ അത് തന്നെയാണ് വെക്കുന്നത്, അതിൻ്റെ അവിടെയാണ് വെക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് നമുക്കൊരു ചെറിയൊരു പിന്നാണ്. അതായത് നമുക്കതായത് ഈ ഫോണിലൊക്കെ ഡയറക്റ്റായിട്ട് ഈ മൈക്ക് കുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഇത് വേണം. നമ്മൾ ഇത് തുറക്കാൻ പറ്റും. ഇത് നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാൻ ടൈപ്പാണ്. നമുക്ക് ഇനി
ഇത് കണക്ട് ചെയ്യുന്നത്. അതായത് ഇവർ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ മൈക്കിൻ്റെ സെക്ഷനും അതായത് ഹെഡ്സെറ്റിൻ്റെ സെക്ഷനും നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. ഹെഡ്സെറ്റിൻ്റെ സെക്ഷനാണെങ്കിൽ നമുക്ക് പല ഹെഡ്സെറ്റ് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് വയർലെസ് പറ്റത്തില്ല, വയറുള്ളത് പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മുടെ ഈ കടയിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഹെഡ്സെറ്റ് ഇല്ലേ, മറ്റേ 100 രൂപയുടെ ടൈപ്പ്, അതുപോലത്തെ അതായത് ഇതുപോലത്തെ ഹെഡ്സെറ്റാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതുകൊണ്ട് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതും കൂടെ കാണിച്ചു തരാം. അടുത്തതും അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റാൻഡായിട്ടാണ്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാവരും സേഫ്റ്റിയോടെ വന്നേക്കുന്നത്, കാരണം നമുക്ക് സേഫ്റ്റി ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് വന്നേക്കുന്നത്. ഇത് മാറ്റി വെക്കാം. കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന്. നല്ല ക്വാളിറ്റിയാണ് നമുക്ക് തന്നേക്കുന്നത്. ഇത് മാറ്റി വെക്കാം. നമുക്ക് ഇനി ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് മൈക്ക് എടുത്ത് ഞാൻ ആദ്യമായിട്ട് ഇത് വെക്കുന്നത്, എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം. ഇങ്ങനെയാണെന്ന് തോന്നുന്നു വെക്കുന്നതെന്ന് തോന്നുന്നു. ഗൈസ് ഇങ്ങനെയാണെന്ന് തോന്നുന്നു വെക്കുന്നതെന്ന് തോന്നുന്നു. കറക്റ്റ് ഇങ്ങനെ ആയിരിക്കും. എങ്ങനെയാണെന്ന് തോന്നുന്നു. നമുക്ക് ഇനി അടുത്തത് കണ്ടത് നമുക്കൊരു ഇവിടെ ഒരു വയറ് കെട്ടിട്ടുണ്ട്. നമുക്ക് ഇനി വയറ് അഴിച്ചിട്ട് നമുക്ക് മൈക്ക് ഫിറ്റ് ചെയ്ത് വെക്കാം. അഴിച്ചിട്ട് നമുക്ക് മൊത്തം നീളം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. നോക്കുവാണെങ്കിൽ എൻ്റെ ഒരു ഹൈറ്റ് കാണും. ഈ ഒരു വയറിന് നമുക്കൊന്ന് വയറ് വെച്ച് നോക്കാം. ഇത് വെക്കേണ്ടത് നമ്മൾ നെക്കിയിട്ട് ആക്കണ്ടേ. നെക്കിയിട്ട് വെക്കാം. അങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് നേരെ നമുക്ക് മറ്റേലോട്ട് ഘടിപ്പിക്കണം. അതായത് ഇത് ഈ പിന്നിലോട്ട് ഘടിപ്പിക്കണം. നമുക്ക് ഇപ്പം ഞാൻ സംസാരിക്കുന്ന മൈക്കെന്ന് പറഞ്ഞാൽ ഒരു മിനി മൈക്കാണ്. അത് ഈ യൂട്യൂബേഴ്സിന് പറ്റിയ ചെറിയൊരു മൈക്കാണ്. അത് നല്ല ലെങ്തുള്ള മൈക്കാണ്. അപ്പോൾ ഈ മൈക്കെന്ന് വെച്ചാൽ വളരെ ക്വാളിറ്റി ഉണ്ട് ഈ സംഭവം. നമുക്ക് ഇതേരെ സംസാരിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അഴിച്ചിട്ട് നമുക്ക് ഈ മൈക്കൊന്ന് കണക്ട് ചെയ്തിട്ട് നോക്കാം. ഗൈസ് ഇപ്പം കേൾക്കാൻ പറ്റുമോ? ഹലോ കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഗൈസ് നമുക്ക് വേറെ കൂടെ വെക്കാനുണ്ടായിരുന്നു. നേരത്തെ കാണിച്ച മറ്റേ അത്ര നോയ്സ് വരാത്ത ടൈപ്പുള്ള ഒരു ഷീറ്റാണ് ഇത്. നമുക്കൊന്ന് ഇനി ഇത് വെച്ചിട്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഗൈസ് ഇപ്പം കണ്ടുണ്ട്. ഹലോ 1 2 3 ഹലോ. ഗൈസ് നമ്മൾ ഇത് കേട്ടല്ലോ. നമുക്കിനി മറ്റേ മൈക്കും കൂടി നോക്കാം. ഇതും ഡിഫറൻസ് തന്നെ നോക്കാം. ഹലോ. ഗൈസ് ഇപ്പോൾ പറയുന്നത് മിനി മൈക്കാണ്, ചെറിയൊരു മൈക്ക്. മറ്റേ നേരത്തെ സംസാരിച്ച മൈക്കിലാണ് പറയുന്നത്. ഹലോ. പിന്നെ ഡിഫറൻസ് മനസ്സിലായല്ലോ. ഗൈസ് ആ മൈക്ക് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ളതാണ്. ഇവിടെ ഇരിപ്പുണ്ട് മൈക്ക്. നമുക്കത് വാങ്ങിക്കാവുന്നതാണ്. ഞാനിത് വാങ്ങിച്ച പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 1000 രൂപയാണ്, 1000 രൂപയാണ്, റുപ്പീസാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഡെലിവറി ചാർജും കൂടെ ആയപ്പം ഒരു 1006 രൂപയായി. അപ്പം നിങ്ങളിത് മേടിക്കുകയാണെങ്കിൽ ആമസോണിൽ നിങ്ങൾക്ക് കിട്ടും. അത് ഈ മൈക്രോഫോൺ എന്നാണ് പറയേണ്ടത്. മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ അത് ടൈപ്പ് കൊടുത്താൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ മേടിക്കണം. അതിപ്പോൾ അടുപ്പിച്ച് മേടിക്കാൻ പറ്റില്ല. നമുക്ക് പിന്നെ ഒരു ദിവസം മേടിക്കുന്നതായിരിക്കും. അതിൻ്റെ അൺബോക്സിങ് കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക.
അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ ദ വാച്ചിങ് ദ വീഡിയോ. ഓക്കെ.